മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ 15-ന് വീണ്ടും വാദം കേൾക്കും. 2 ദിവസങ്ങളിലായി ഹിയറിംഗ് തീർക്കാനാണ് കമ്മീഷന്റെ ലക്ഷ്യം. സങ്കീർണ നിയമ പ്രശ്നങ്ങളാണ് പരിശോധിക്കപ്പെടുന്നതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ 15-ന് വീണ്ടും വാദം കേൾക്കുമ്പോൾ എന്തെല്ലാം വിലയിരുത്തലുകളാകും നടത്തുക? രോഹിണി, നിലവിൽ മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ ആദ്യത്തെ ഹിയറിംഗ് ആണ് ഇന്ന് നടന്നത്. കാക്കനാട് കളക്ട്രേറ്റിലായിരുന്നു ഹിയറിംഗ് നടന്നത്. വഖഫ് ബോർഡിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. തുടർന്ന് 15-ന് അവരുടെ വാദഗതികൾ കമ്മീഷൻ കേൾക്കും. നിലവിൽ ഫറൂഖ് കോളേജ് അധികൃതരും അതോടൊപ്പം തന്നെ ഭൂസംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ സമിതി ഇവരുടെയൊക്കെ തന്നെ വാദഗതികളാണ് ഇന്നത്തെ ഹിയറിംഗിൽ കേട്ടത്. നിലവിൽ മുനമ്പത്തെ ഈ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ CN രാമചന്ദ്രൻ നായർ നിലവിൽ മാധ്യമങ്ങളെ കാണുകയാണ്. ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ 15-ന് വീണ്ടും വാദം കേൾക്കും. 2 ദിവസങ്ങളിലായി ഹിയറിംഗ് തീർക്കാനാണ് കമ്മീഷന്റെ ലക്ഷ്യം. സങ്കീർണ നിയമ പ്രശ്നങ്ങളാണ് പരിശോധിക്കപ്പെടുന്നതെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.